ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് ബോട്ടം അപ്പ് പാസിംഗ്. ഓക്കെ, ടോപ്പ് ഡൗൺ പാസിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ബോട്ടം അപ്പ് പാസിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ബോട്ടം അപ്പ് പാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ടൈപ്പ് ഓഫ് സിന്റാക്സ് അനാലിസിസ് ആണ്. നമ്മൾ സിന്റാക്സ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ രണ്ട് രീതിയിൽ നമ്മൾ പാഴ്സിങ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ടോപ്പ് ഡൗൺ പാഴ്സിംഗും ഉണ്ട്, ബോട്ടം അപ്പ് പാഴ്സിംഗും ഉണ്ട് അല്ലെ. ഇനി ഈ ടോപ്പ് ഡൗൺ പാസിംഗും ബോട്ടം അപ്പ് പാസിംഗും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ബോട്ടം അപ്പ് പാസിംഗ് നമ്മളിപ്പം ബോട്ടം അപ്പ് പാസിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പാസ് ട്രീ എന്ന് പറയുന്ന ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ എവിടുന്നാണ്, നമ്മുടെ സ്ട്രിങ്ങിൽ നിന്നാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രിങ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സ്ട്രിങ്. അപ്പൊ ആ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ടോക്കൺസ് ആണ് അല്ലെ. അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, അതിൽ നിന്നാണ് നമ്മൾ പാസ് ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പാസ് ട്രീയെ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പം പാസ് ട്രീ ഇവിടെ നമ്മൾ ഇൻപുട്ട് സിമ്പലിൽ നിന്ന് സ്റ്റാർട്ട് സിമ്പലിലേക്കാണ് നമ്മൾ പാസ് ട്രീയെ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ബോട്ടം അപ്പ് പാസിംഗിന്റെ പ്രത്യേകത. പക്ഷെ ടോപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ തിരിച്ചാണ് അല്ലെ. നമ്മൾ സ്റ്റാർട്ട് സിമ്പലിൽ തുടങ്ങിയിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്ട്രിങ്ങിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. പക്ഷെ ബോട്ടം അപ്പ് പാഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് തുടങ്ങിയിട്ട് നേരെ നമ്മൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്, സ്റ്റാർട്ട് സിമ്പലിലാണ് ചെന്ന് നിൽക്കുന്നത്. ഓക്കെ, അതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ടോപ്പ് ഡൗൺ പാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റാർട്ട് സിമ്പലിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ഇൻപുട്ടിലേക്ക്, അതായത് നമുക്ക് ഉള്ള നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് സ്റ്റാർട്ട് സിമ്പലിനെ എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ബോട്ടം അപ്പ് പാസിംഗ് ആണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സ്ട്രിങ്ങിനെ റെഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് സിമ്പലിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പ് ഡൗൺ പാസിംഗിൽ അവിടെ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. സ്റ്റാർട്ട് സിമ്പലിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോട്ടം അപ്പ് പാസിംഗിലാണെങ്കിൽ നമ്മൾ എന്താ, ഇൻപുട്ട് സ്ട്രിങ്ങിനെ റെഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് സിമ്പലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോട്ടം അപ്പ് പാസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളവിടെ ട്രീയെ ക്രിയേറ്റ് ചെയ്യുക. നമ്മളിപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, ഏത് പാഴ്സിംഗ് ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്, പാഴ്സ് ട്രീ ആണ് അല്ലെ. അപ്പൊ ഈ ആ ഒരു ഡെറിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ടോപ്പ് ഡൗൺ പാസിംഗിൽ എങ്ങനെയാണോ ഡിറൈവ് ചെയ്യുന്നത് അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ബോട്ടം അപ്പ് പാസിംഗിൽ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ആ ഒരു ട്രീയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം നമ്മുടെ ബോട്ടം അപ്പ് പാഴ്സിംഗിന്റെ. അപ്പം ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ട് വിത്ത് ദ ഇൻപുട്ട്. ഓക്കെ, നമ്മൾ ഇൻപുട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ ഇൻപുട്ട് ടോക്കൺ ഉണ്ടല്ലോ, ഈ ടോക്കൺ ആണല്ലോ നമ്മുടെ പാഴ്സറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. പാഴ്സർ എന്ന് പറയുന്നത് സിന്റാക്സ് അനാലിസിസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അതായത് സെക്കൻഡ് ഫേസ് ഓഫ് കമ്പൈലർ ആണെന്ന് നമുക്കറിയാം. അപ്പോ ഫസ്റ്റ് ഫേസിൽ നിന്ന് കിട്ടുന്ന, അതായത് ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ നിന്ന് കിട്ടുന്ന ടോക്കൺ ആണ് നമ്മുടെ ഈ പറയുന്ന പാഴ്സറിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഈ കിട്ടുന്ന ഇൻപുട്ട് ടോക്കണെ എന്താ ചെയ്യുക, ഈ ഇൻപുട്ട് ടോക്കൺ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ ബോട്ടം അപ്പ് പാസിംഗിൽ നമ്മുടെ ഇൻപുട്ട് ടോക്കണിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഇൻപുട്ട് ടോക്കണെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എങ്ങോട്ടാ പോകുന്നത്, നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ റിഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഇൻപുട്ട് ടോക്കണിൽ നിന്നാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ്, ഇൻപുട്ട് ടോക്കണെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് സിമ്പിളിലേക്ക് നമ്മൾ ചെല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, ഇറ്റ് മാച്ചസ് എ പോർഷൻ ഓഫ് ദി ഇൻപുട്ട് ടു എ പ്രൊഡക്ഷൻ റൂൾ ആൻഡ് റീപ്ലേസസ് ഇറ്റ് വിത്ത് ദ നോൺ ടെർമിനൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ റൂളിന്റെ ലെഫ്റ്റ് സൈഡിലെ നോൺ ടെർമിനലിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് സിമ്പിൾ നമ്മൾ തുടങ്ങുന്നത്, നമ്മുടെ ഈ ഒരു ബോട്ടം പാസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് ടോക്കണിൽ നിന്നാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, റിഡക്ഷൻ പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, റിഡക്ഷൻ പ്രോസസ് ചെയ്യുന്നു. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് പരിപാടിയുണ്ട്, ഷിഫ്റ്റും റെഡ്യൂസും. ഓക്കെ, ഷിഫ്റ്റ് റെഡ്യൂസ് എന്ന് പറയും. ഷിഫ്റ്റ് ഈ റെഡ്യൂസ്, ഈ രണ്ട് ആക്ഷൻസ് ആണ് നമ്മുടെ ബോട്ടം അപ്പ് പാസിംഗിൽ മെയിൻ ആയിട്ടുള്ളത്. ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൂവ് ദ നെക്സ്റ്റ് ഇൻപുട്ട് ടോക്കൺ ഓൺ ടു ദ സ്റ്റാക്കിലേക്ക് നമ്മൾ ഇൻപുട്ട് ടോക്കണെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നതിനെയാണ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ നോൺ ടെർമിനൽ സിമ്പൽ വെച്ചിട്ട് നമ്മുടെ ആ ഇൻപുട്ട് സിമ്പലിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, അതായത് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം അതായത്
നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻപുട്ട് ചെയ്ത ടോക്കൺ ഉണ്ടല്ലോ, അപ്പൊ ആ ടോക്കണിനകത്ത് കുറെ സിമ്പലുകൾ കാണുമല്ലോ. അപ്പൊ ആ സിമ്പലുകളെ നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് നോൺ ടെർമിനൽ സിമ്പൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ പാസ് ട്രീ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് ലീഫിൽ നിന്നാണ്, അതായത് ഇൻപുട്ട് സിമ്പിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണ് എത്തിച്ചേരുന്നത്, ഫൈനലി നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിലാണ് എത്തിച്ചേരുക, അതായത് റൂട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പം ഇൻപുട്ട് സിമ്പിളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിലേക്ക് എത്തിച്ചേരുകയാണ് പാസ് ട്രീ കൺസ്ട്രക്ഷന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് AB ആണ്, ഇത് നമ്മുടെ ഗ്രാമർ ആണെന്ന് വിചാരിക്കാം. ഇത് ഗ്രാമർ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. പുഷ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്കിപ്പോ ഈ എയെ നിങ്ങൾക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഈ പ്രൊഡക്ഷൻ റൂൾ നോക്കിയാൽ ഉണ്ടോ, A tends to A എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ലെറ്റർ എ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇനി BA നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്, റെഡ്യൂസ് ചെയ്യാം. അപ്പൊ BA നമ്മൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്, BA നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ക്യാപിറ്റൽ ലെറ്റർ B വെച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റിഡക്ഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി എന്ത് കിട്ടി, AB എന്ന് കിട്ടി അല്ലെ. ഫൈനലി നമുക്ക് കിട്ടിയത് എന്താണ്, AB ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ ABയെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പൊ ഇനി ABയെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്, ABയെ നമ്മൾ S വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് കണ്ടോ. S ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫൈനലി സ്റ്റാർട്ട് സിമ്പിളിലേക്ക് എത്തി. അതായത് നമ്മുടെ സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിലേക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ എത്തി കണ്ടോ. അപ്പൊ ഇതാണ് റിഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എ നമ്മൾ റീപ്ലേസ് ചെയ്തത് ലെഫ്റ്റ് സൈഡിലെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട്, അതായത് നോൺ ടെർമിനൽ വെച്ചിട്ട്. BA നമ്മൾ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റിഡക്ഷൻ എന്നാണ് പറയുന്നത്, റെഡ്യൂസ് ചെയ്യുക എന്ന് പറയും. അപ്പം BA നമ്മൾ സ്മോൾ ലെറ്റർ BA നമ്മൾ റെഡ്യൂസ് ചെയ്തത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ B വെച്ചിട്ടാണ്. ഇനി ഇവരെ രണ്ട്, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, AB എന്ന് കിട്ടി. ഇനി ABയെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ, സ്റ്റാർട്ട് സിമ്പിളിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം S tends to AB എന്ന് ഒരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് സിമ്പിളിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പൊ ഈ റിഡക്ഷൻ പ്രോസസ് ആണ് നമ്മൾ തുടങ്ങിയത് എവിടുന്ന, നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്ന എവിടാണ്, ഫൈനലി നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടം അപ്പ് പാസിംഗ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി ബോട്ടം അപ്പ് പാസിംഗിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ഈ ബോട്ടം അപ്പ് പാസിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കോംപ്ലക്സ് ഗ്രാമേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ടോപ്പ് ഡൗൺ പാസറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ലെഫ്റ്റ് റിക്കർഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് മാറ്റണ്ടായി ടോപ്പ് ഡൗൺ പാസർ. പക്ഷെ ബോട്ടം പാസിനകത്ത് അതൊരു പ്രശ്നമല്ല. അപ്പം ബോട്ടം അപ്പ് പാസർ എന്ന് പറയുന്നത് അതിനെ കൺസിഡർ ചെയ്യത്തേയില്ല. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ബോട്ടം അപ്പ് പാസർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പവർഫുൾ ആണ്. ടോപ്പ് ഡൗൺ പാസിങ്ങിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബോട്ടം അപ്പ് പാസിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പവർഫുൾ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗ്രാമേഴ്സ്, വൈഡ് റേഞ്ച് ഓഫ് ഗ്രാമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളൊന്നുമില്ലാതെ. ഈ ഒരു കേസിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് റിക്കർഷൻ മാറ്റുവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ബോട്ടം അപ്പ് പാസിങ്ങിനകത്ത്. പക്ഷെ ടോപ്പ് ഡൗൺ പാസിംഗിൽ നമ്മൾ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ എന്ന് നോക്കണം, അത് നമ്മൾ റിമൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ബോട്ടം അപ്പ് പാസിങ്ങിനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ബോട്ടം അപ്പ് പാസിംഗ് ടോപ്പ് ഡൗൺ പാസിങ്ങിനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പവർഫുൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് കുറെ കോംപ്ലക്സ് ഗ്രാമേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ പറയുന്ന ബോട്ടം അപ്പ് പാസിങ്ങിന്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കണ്ടോ, ബോട്ടം അപ്പ് പാസിംഗ് ടോപ്പ് ഡൗൺ പാസിംഗുടെ കമ്പാരിസൺ ആണ്. നമ്മൾ എന്താണ്, ടോപ്പ് ഡൗൺ പാസിംഗ് ആണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൂട്ടിൽ നിന്നാണ് അല്ലെ. അതായത് സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ലീഫിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്ട്രിങ്ങിലേക്ക് എത്തും. ബോട്ടം പാസിംഗ് ആണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഇൻപുട്ട് ടോക്കണിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ റൂട്ടിലേക്ക് എത്തും, അതായത് സ്റ്റാർട്ട് സിമ്പിളിലേക്ക് എത്തും. ഇനി ഇവിടെ ഡയറക്ഷൻ ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് ടോപ്പ് ഡൗണിന്റെ കേസിംഗ് ആണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, LR ആണ്. ഇവിടെ ബോട്ടം പാസിംഗ് എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ്, LR ആണ് വരുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് പാസിംഗ് ആണ് വരുന്നത്. ഇനി ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ഈ ടോപ്പ് ഡൗൺ പാസിംഗിന്റെ കേസിൽ LLK എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമർ ആണ്. ഓക്കെ, LLK നമ്മൾ LL1 പഠിച്ചില്ലേ, LL1. ഓക്കെ, ഇനി ബോട്ടം അപ്പിന്റെ കേസിലാണെങ്കിൽ LR എന്ന് പറയും, LRK. ഓക്കെ, അപ്പോൾ ഇതാണ് തമ്മിലുള്ള അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അതായത് ഇപ്പോൾ ഈ LLK എന്ന് പറയുന്ന ഈ ഗ്രാമർ എന്താണ്, പ്രെഡിക്റ്റീവ് അല്ലെങ്കിൽ റിക്കർസീവ് ഡിസെന്റ് പാസർ ആണ് അല്ലെ. ഇനി LRK എന്ന് പറയുന്നതിനെ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്, എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി പാഴ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ്, പ്രെഡിക്റ്റ് ദ പ്രൊഡക്ഷൻ റൂൾ ആൻഡ് എക്സ്പാൻഡ് നോൺ ടെർമിനൽ ടു മാച്ച് ദ ടോക്കൺസ്.
ഓക്കെ. അപ്പം പ്രൊഡക്ഷൻ റൂളിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിനെ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ പാസിംഗിന്റെ എക്സാമ്പിൾ എന്താണ്, റിക്കർസീവ് ഡിസെന്റ് പാസിംഗ്. അതാണ് LL1 പാസിംഗ് എന്ന് പറയുന്നത്. റിക്കർസീവ് നമ്മൾ ഇത് പഠിച്ചതാണ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചതാണ്. ഇനി ബോട്ടം പാസിംഗിന്റെ കേസിൽ വരുവാണെങ്കിൽ ഷിഫ്റ്റ് റെഡ്യൂസിംഗ് പാസിംഗ് ഉണ്ട്, LR0 ഉണ്ട്, SLR1 ഉണ്ട്, LALR1 ഉണ്ട്, CLR1 ഉണ്ട്. കണ്ടോ, ഇത്രയും പാസിംഗ് ആണ് നമ്മുടെ ബോട്ടം പാസിംഗിനകത്ത് നമുക്ക് വരുന്നത്. പക്ഷെ ടോപ്പ് ഡൗൺ പാസിംഗിൽ നമ്മൾ ആകെ പഠിക്കുന്നത് എന്താണ്, ഈ പറയുന്ന LL1 പാസിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അതായത് റിക്കർസീവ് ഡിസെന്റ് പാസിംഗ് ഉണ്ട്, നോൺ റിക്കർസീവ് ഡിസെന്റ് പാസിംഗ് ഉണ്ട്. ഈ നോൺ റിക്കർസീവ് ഡിസെന്റ് പാസിംഗ് ആണ് നമ്മുടെ LL1 പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എറർ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ നമ്മുടെ ടോപ്പ് ഡൗൺ പാസിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നേരത്തെ അത് എററിനെ ഹാൻഡിൽ ചെയ്യും, മീൻസ് ഓൾറെഡി എററിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, എയർലി ഡിറ്റക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലി ഡിറ്റക്ഷൻ അല്ല, ബോട്ടം പാസിംഗിനകത്ത് എയർലി ഡിറ്റക്ഷൻ അല്ല വരുന്നത്. ഓക്കെ. ഇനി ഇവിടെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ പാസിംഗ് യൂസ് ചെയ്യുന്ന എന്താണ്, സിംബുലർ കമ്പൈലറിനകത്തും ഇന്റർപ്രറ്റേഴ്സിനകത്തൊക്കെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ബോട്ടം പാസിംഗിന്റെ കേസിലാണെങ്കിൽ മോഡേൺ കമ്പൈലേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ബോട്ടം പാസിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒരു കമ്പാരിസൺ ടേബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇന്ന കാര്യങ്ങളാണ് കമ്പാരിസൺ എന്നുള്ളത്. ഓക്കെ. ഇനി നോക്കിയേ ടോപ്പ് ഡൗൺ പാസിംഗിന്റെ കേസിൽ നമ്മൾ ടോപ്പ് ഡൗൺ പാസിംഗിനെ നമ്മൾ എന്താണ്, ടോപ്പ് ഡൗൺ പാസിംഗ് അവിടെ ശരിക്കും എന്താ ചെയ്യുന്നത്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് ചെയ്യുക, ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു LLK എന്ന് പറഞ്ഞു അല്ലെ, LLK എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ടോപ്പ് ഡൗൺ പാസിംഗ് ആണ് LLK. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് L എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻപുട്ട് സ്ട്രിങ്ങിനെ സ്കാൻ ചെയ്യുന്ന ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. രണ്ടാമത്തെ L എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. ഇനി K എന്ന് പറയുന്നത് എന്താണ്, അത് നമ്പർ ഓഫ് ലുക്ക് ഹെഡ് ടോക്കൺസ് ആണ്. അതായത് നോർമലി അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതായത് അറ്റ് എ ടൈമിൽ എത്ര ഇൻപുട്ടിനെ അത് സ്കാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കേസിൽ LLK എന്ന് പറഞ്ഞാൽ നമ്മൾ LL1 പഠിച്ചല്ലോ, LL1 എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ പാസിംഗ് ആണല്ലോ, LL1 പാസിംഗ്. അതാണ് നോൺ റിക്കർസീവ് ഡിസെന്റ് പാസിംഗ് അല്ലെ. അപ്പൊ ഇവിടെ 1 ആണ് നോർമലി വരുന്നത്. ഓക്കെ, Kക്ക് നോർമലി വരുന്ന 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അറ്റ് എ ടൈമിൽ ഒറ്റ ടോക്കണെ മാത്രമേ അല്ലെ ഒറ്റ ഇൻപുട്ടിനെ മാത്രമേ സ്കാൻ ചെയ്യത്തുള്ളൂ ഈ ടോപ്പ് ഡൗൺ പാസർ. ഇനി ഇതിന്റെ പ്രോബ്ലം എന്താണ്, ടോപ്പ് ഡൗൺ പാസറിന്റെ കുറച്ച് പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് പ്രോബ്ലം. ബാക്ക് ട്രാക്കിംഗ് ഉണ്ടാവും, ലെഫ്റ്റ് റിക്കർഷൻ കാണും, ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്യണം, പിന്നെ അംബിഗ്യൂസ് ആയിരിക്കും ഗ്രാമർ. ഇതൊക്കെ കുറെ പ്രോബ്ലം ആണ്. ഇതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണമല്ലോ. നമ്മൾ പാഴ്സ് ട്രീ നമ്മൾ മറ്റേ പാസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം മാറ്റുന്നുണ്ട് അല്ലെ. ഈ ബാക്ക് ട്രാക്കിംഗ് ഒരു പ്രോബ്ലം ആണ്, ലെഫ്റ്റ് റിക്കർഷൻ ഒരു പ്രോബ്ലം ആണ്, ലെഫ്റ്റ് ഫാക്ടറിങ് അതൊരു പ്രോബ്ലം ആണ്, അംബിഗ്യൂസ് ഗ്രാമർ അതൊക്കെ. അപ്പൊ ഇതൊക്കെ ടോപ്പ് ഡൗൺ പാസിംഗിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും അല്ലെ. പക്ഷേ നമ്മൾ നോക്കിയേ ബോട്ടം ഓഫ് പാസിംഗിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഈ ബോട്ടം ഓഫ് പാസിംഗിനെ നമുക്ക് അതിന്റെ മെയിൻ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് ആണ്. അതായത് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഇതാണ് അതിന്റെ പരിപാടി. അതാണ് ബോട്ടം ഓഫ് പാസിംഗിന്റെ മെയിൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി ഈ ബോട്ടം ഓഫ് പാസർ എന്ന് പറഞ്ഞ LRK എന്നാണ് പറയുന്നത്. ഓക്കെ. പക്ഷെ ടോപ്പ് ഡൗൺ പാസിംഗിനെ നമ്മൾ എന്താ പറഞ്ഞത്, ടോപ്പ് ഡൗൺ പാസിംഗിനെ നമ്മൾ ഇവിടെ പറഞ്ഞത് ഓക്കെ, ടോപ്പ് ഡൗൺ പാസിംഗിനെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്, ഈ LLK എന്നാണ് പറഞ്ഞത് അല്ലെ. LLK ആണ് ടോപ്പ് ഡൗൺ പാസിംഗ്. അതായത് L എന്ന് പറഞ്ഞാൽ ആദ്യത്തെ L ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ഓഫ് ഇൻപുട്ട് ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് ഇത് ചെയ്യുന്നത്. അവസാനത്തെ K എന്ന് പറയുന്നത് എന്താണ്, ലുക്ക് ഹെഡ് ആണ് അല്ലെ, ലുക്ക് ഹെഡ് ഓഫ് ടോക്കൺസ്. അതായത് എത്ര ടോക്കണെ അറ്റ് എ ടൈമിൽ അത് സ്കാൻ ചെയ്യുന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ബോട്ടം പാസിംഗിന്റെ കേസ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ LRK എന്നാണ് പറയുന്നത്. LL അല്ല, LR എന്ന് പറയും. ആദ്യത്തെ L എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ് ആണ്. ഇത് സെയിം, അവിടെ ഇവിടെ സെയിം ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് ഇൻപുട്ട് സ്ട്രിങ്ങിനെ സ്കാൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ ഇവിടെ ബോട്ടം ഓഫ് പാസിംഗ് യൂസ് ചെയ്യുന്ന റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. നമ്മൾ ഡെറിവേഷൻ പഠിച്ചില്ലേ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ TOC-ലും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ചെയ്യുന്നത് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. ഇനി K എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. K എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ലുക്ക് ഹെഡ് ടോക്കൺസ് ആണ്. അതായത് ഇവിടെയും നോർമലി എന്താണ് 1 ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. അതായത് അറ്റ് എ ടൈമിൽ ഒരു ഇൻപുട്ടിനെ മാത്രമേ അത് സ്കാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് ഈ K എന്ന് പറയുന്ന നമ്പർ. നമ്പർ ഓഫ് ലുക്ക് ഹെഡ് ടോക്കൺസ്, അറ്റ് എ ടൈമിൽ എത്ര ടോക്കണെയാണ് അത് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നത്. അറ്റ് എ ടൈമിൽ ഒറ്റ ടോക്കണെ മാത്രമേ സ്കാൻ ചെയ്യത്തുള്ളൂ. അതിനുശേഷം അടുത്ത ടോക്കണെ എടുക്കും, അതിനുശേഷം അടുത്ത ടോക്കണെ എടുക്കും, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ LRK എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഓക്കെ. അപ്പം ഈ LRK എന്ന് പറയുന്നത് എന്താണ്, ബോട്ടം ഓഫ് പാസർ ആണ്. ഓക്കെ, ബോട്ടം ഓഫ് പാസർ ആണ് LRK എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം ഈ ടോപ്പ് ഡൗൺ ബോട്ടം ഓഫ് പാസറിന്റെ കുറെ ടൈപ്പുകളുണ്ട്.
ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ഉണ്ട്, ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസർ ഉണ്ട്, LR1 പാസർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് വരുന്ന ബോട്ടം അപ്പ് പാസിംഗിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്.